ഒരു ടേസ്റ്റി ടിഫിൻ ബണ്ണാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ടിഫിൻ ബൺ ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വഴന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ക്യാരറ്റും ബീൻസും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇതെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ഇടുക. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇളക്കി യോജിപ്പിക്കുക. ഒരു പാൻ ചൂടായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ മുറിച്ച് വെച്ച ബണ്ണ് ഇട്ടിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കുക. ബണ്ണ് ഇതുപോലെ മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ബണ്ണ് മൊരിയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ വഴറ്റിയ പച്ചക്കറികളെല്ലാം വഴറ്റിയതുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണ് സെറ്റ് ചെയ്യാം. ഇനി ഓരോ ബണ്ണിൻ്റെ അടിഭാഗം എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കുറച്ചെടുത്ത് വയ്ക്കുക. നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കനോ ബീഫ് എന്തെങ്കിലും വേവിച്ച് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇതിനകത്ത് ചേർക്കാം. ഇനി മറ്റേ ബൺ വെച്ചിട്ട് അടയ്ക്കുക. അതുപോലെ തന്നെ മറ്റേ ബണ്ണെടുക്കുക. സോസ് തേച്ച് കൊടുക്കുക. 2 ബണ്ണിലും വേണമെങ്കിൽ സോസ് തേക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരെണ്ണത്തിൽ ആദ്യത്തേൽ മാത്രമേ സോസ് തേച്ചിട്ടുള്ളൂ. ഇത് 2 സൈഡ് സോസ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഈ പച്ചക്കറിക്കൂട്ട് വയ്ക്കാം. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ലഘുഭക്ഷണമായിട്ട് കൊടുത്തുവിടാൻ നല്ലതാണ്. ഇത് വെച്ച് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടിഫിൻ ബൺ റെഡിയായി.